ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് ഫോർ ദ ഗ്രേറ്റ് ലോസ് ഹാപ്പൻഡ് ഇൻ ദ പ്ലെയിൻ ക്രാഷ് അഹമ്മദാബാദ്. മേ ഗോഡ് ബി വിത്ത് അസ്. സാ യു ഇൻ ടി വി. ബി സേഫ് ഡോക്ടർ. മൈ സിൻസിയർ പ്രയേഴ്സ്. പാലാക്കുക്കില. എഴുതിയിരിക്കുന്ന സംഭവം ഇതിനെ നമുക്ക് എങ്ങനെയാണ് കാണേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അടുത്ത ഷോക്കിംഗ് ന്യൂസ്: അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്. ഹൗ ക്യാൻ വി ഈവൻ കൺസോൾ അവർ സെൽവ്സ്? മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ്. ഡോക്ടർ എലിസബത്ത്, മൈ പ്രയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു. ബി സേഫ്. മൈ പ്രയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു. ബി സേഫ്. സീക്ക് ഗോഡ് ബ്ലെസ്സിങ്. വാലാക്കോക്കില. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അഹമ്മദാബാദിൽ പൊലിഞ്ഞ നിരപരാധികളായ പ്രതീക്ഷകൾ വച്ച് മുന്നോട്ട് പോയി ഒരു യാത്ര പോയി, ആ യാത്ര തിരിച്ചു വരാത്തൊരു യാത്രയായി മാറുകയും ചെയ്ത നമ്മളെല്ലാവരും ഏറെ വേദനിപ്പിച്ച 200-ലധികം ആൾക്കാരുടെ ജീവനെടുത്ത ആ ഒരു മഹാദുരന്തം, അഹമ്മദാബാദിൽ നടന്ന ടേക്ക് ഓഫിന് ശേഷം ക്രാഷായ ആ ഫ്ലൈറ്റ്, നമുക്കെല്ലാവർക്കും അതൊരു വേദനയാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മഹാദുരന്തമാണ്. ഈ ഒരു ദുരന്ത ഭൂമിക്കകത്ത് നമ്മൾ ഒരുപാട് ന്യൂസുകൾ, നാഷണൽ മീഡിയ, ഇൻ്റർനാഷണൽ മീഡിയാസ്, നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ അടക്കം മാധ്യമ പ്രവർത്തകർ സജീവമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ കണ്ടു. അതിനകത്ത് പല ആൾക്കാരുടെയും റീൽസൊക്കെ ഏഷ്യാനെറ്റും മറ്റു പല ചാനലുകളൊക്കെ, ഏഷ്യാനെറ്റ് ന്യൂസും ഏതൊക്കെയോ ചാനൽ, റിപ്പോർട്ടർ ചാനലൊക്കെ മത്സരിച്ചുകൊണ്ട് പാട്ട് പാടുന്നത്, അവരുടെ റീലുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ചിലപ്പോൾ ആ ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കും. അതിലൊന്നും യാതൊരു ഇതുമില്ല. ഇവിടെ ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ വന്നൊരു കാര്യം, ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ന്യൂസ് അറിഞ്ഞ മലയാളി പ്രേക്ഷകരെല്ലാം, മലയാളികൾ ഏതാണ്ട് ഇന്നൊരു മുഖം കൂടെ കാണുന്നു. ആ ഒരു മുഖം, മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് പറയാനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണുക. ഡോക്ടർ കൂടിയാണ് ഡോക്ടർ എലിസബത്ത്. ഇവിടെ ട്രാൻസ്മിഷൻ മെഡിസിനിൽ PG ചെയ്യുകയാണ്. ഈ ദുരന്തത്തിൻ്റെയൊക്കെ ഒരു അതായത് ആ ഒരു സംഭവത്തിൻ്റെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന, അഥവാ ഈ ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ജോലി ചെയ്യുന്ന ആ ഒരു അവരുടെ PG താമസിക്കുന്ന സ്ഥലത്താണ്, ഹോസ്റ്റൽ സ്ഥലത്തേക്കാണ് ഈ ഫ്ലൈറ്റ് ക്രാഷായി വീണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാനത് പറയാൻ വന്നത്, ഈ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങളതറിയാൻ. നിങ്ങൾക്ക് എല്ലാ മാധ്യമങ്ങളിലൂടെ നിങ്ങളിതിൻ്റെ ഡെപ്ത്, വേദന ഒക്കെ കണ്ണുനീര് നമ്മളെല്ലാവരും കണ്ടു. ഇവിടെ ഞാൻ പറയാൻ വന്നൊരു കാര്യം ഇത്ര മാത്രമാണ്. ഈ പെൺകുട്ടി ഡോക്ടർ എലിസബത്ത് ഇന്ന് നിൽക്കുന്നത് ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ മുമ്പിലാണ്, റിപ്പോർട്ടർ ചാനലിൻ്റെ മുമ്പിലാണ്, മറ്റ് പല മീഡിയാസിൻ്റെ മുമ്പിലാണ്. ഇതിപ്പോൾ ഏഷ്യാനെറ്റ് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു വീഡിയോ ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആൾക്കാർ 12 മണിക്കൂർ കൊണ്ട് കണ്ടു. ഡോക്ടർ എലിസബത്ത് മാനസിക രോഗിയാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇങ്ങനെ കാണുന്നൊരു സന്തോഷം ഞാൻ പറയാൻ വന്ന വാക്കാണ്. ഈ കുട്ടിയാണ് മെഡിക്കലി ഫിറ്റല്ല, എന്താണ് ഇവരുടെ ഇത് ഡോക്ടർ ആവാൻ യോഗ്യതയില്ല, പഠിക്കത്തില്ല, ആ മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞ് ആക്കാൻ എന്തെല്ലാം ശ്രമം നടത്തി. ആ കുട്ടിയാണ് ഇത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സ്വയം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് മറ്റൊരു ദുരന്തത്തിനെക്കുറിച്ച് നമ്മുടെ മുമ്പിലേക്ക് പറയുന്നത്. ആ ദുരന്തം എന്തായിരുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതിന് മുമ്പ് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് പോകാം. ഇത് മനസ്സിൽ തട്ടി തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം എനിക്കിത് കണ്ടപ്പോൾ മീഡിയാസിൻ്റെ ആ ഒരു ശുഷ്കാന്തി സന്തോഷം, പക്ഷേ ഒരു കാര്യം കൊണ്ടുണ്ട്. ഇനി അടുത്തത് റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ PG പ്ലസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആൾക്കാർ താമസിക്കണ ഹോസ്റ്റലിലും ആണ് അപകടം നടന്നോണേ. ഓക്കെ, ഇത് നമ്മുടെ മഹാനായ റിപ്പോർട്ടർ അരുൺകുമാർ കണ്ടു. നിങ്ങളിത് എല്ലാവരും കണ്ടു. ഞാനിത് നിങ്ങളെ വിളിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എങ്കിൽ നിങ്ങൾ കാണണം. ഇവിടെ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ വാർത്തയും വലിയ വാർത്തയും എല്ലാം കൊടുക്കുന്ന മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഈ സ്ത്രീ ഏതാണ്ട് മാസങ്ങളോളം തൻ്റെ നീതിക്ക് വേണ്ടിയിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടത്തിയത്. ആ ഫൈറ്റ് നടത്തിയപ്പോഴൊന്നും നിങ്ങളാരും അവരെ ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളൊരു സ്ഥാപനമാണ്, മാധ്യമ സ്ഥാപനങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ, ചിന്തകളും മറ്റുള്ള കാര്യങ്ങളും മേളിൽ നിന്നുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. എങ്കിലും ആ കുട്ടി വളരെ ജെന്യുവനായിട്ട് ആ കാര്യം മുന്നോട്ട് വെച്ചു. അവസാനം പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അവരുടെ ലൈഫിൻ്റെ അകത്ത് നടന്ന ഇൻസിഡൻസും മൊത്തം പറഞ്ഞു. ആ സമയങ്ങളിലൊന്നും മാധ്യമങ്ങളാരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അത് പോരാഞ്ഞിട്ട് ഒരു വ്യക്തി, ഒരു പ്രബലനായിട്ടുള്ള ഒരു സിനിമാ നടൻ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ടൊക്കെ ഉള്ളൊരു വ്യക്തി ഈ സ്ത്രീയെ പലതരത്തിൽ ടാർണിഷ് ചെയ്ത് അവരെ ജാമ്യമില്ലാ വകുപ്പിൽ കൊടുക്കാനൊക്കെ ഉള്ള ശ്രമമൊക്കെ നടത്തി. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ആ വ്യക്തി ഇന്ന് ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സാധനത്തിൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ പറയും. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ്
for the great loss happened in the plane crash, Ahmedabad. May God be with us. Sa, you in TV, be safe, doctor. My sincere prayers, പാലാക്കുക്കില. എഴുതിയിരിക്കുന്ന സംഭവം ഇതിനെ നമുക്ക് എങ്ങനെയാണ് കാണേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അർത്ഥത്തിൽ കാണുക? ഈ ഒരു സാഹചര്യത്തിൽ വളരെ അഫക്റ്റഡ് ആയിട്ടുള്ളൊരു ലെവലിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന, ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളുടെ കൂടെ ചിലവഴിച്ച ഒരു സ്ത്രീ ഒരു മഹാദുരന്തത്തിനെക്കുറിച്ച് നിഷ്കളങ്കമായി വർണ്ണിക്കുകയും വിവരിക്കുകയും സമൂഹ മാധ്യമത്തിലേക്ക് മറ്റ് ന്യൂസ് ചാനലുകൾ അത് പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ നീതിക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ടവർ പോലും അതൊന്ന് മുഖം തിരിച്ചു പോവുകയും വേട്ടക്കാരൻ ഇന്നും യഥേഷ്ടം നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രഖ്യാപിതനായ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുകയും അതിനുശേഷം വീണ്ടും വിവാഹം കഴിക്കുകയും ഇതെൻ്റെ ഭാര്യയല്ല എന്ന് പറയുകയും ചെയ്തിട്ട് ഇന്നിട്ടേക്കുന്നത് സാ യു ഇൻ TV ബി സേഫ് ഡോക്ടർ. ഡോക്ടറിനോട് സേഫ് ആവാൻ പറയുകയാണ്. ഞാൻ ടി വിയിലെല്ലാം കണ്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ ഒരു സംഭവത്തിന് മറ്റൊരർത്ഥം കൂടെ കാണാം. കാരണം ഇദ്ദേഹം എല്ലാ വഴിക്കും ആ ഒരു ലേഡിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ഓക്കെ കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് കണ്ടോ എന്നുള്ളതാണോ എന്നും അറിയത്തില്ല. വേറെ ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇത് അടുത്ത ഷോക്കിംഗ് ന്യൂസ്. അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ്. ഹൗ ക്യാൻ വി ഈവൻ കൺസോൾ അവർ സെൽവ്സ്? മൈ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ്. ഡോക്ടർ എലിസബത്ത്, മൈ പ്രേയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു, ബി സേഫ്. മൈ പ്രേയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു, ബി സേഫ്. സീക്ക് ഗോഡ് ബ്ലെസ്സിങ്, വാലാക്കോക്കില. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഇതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എലിസബത്ത് അവിടെ നിന്ന് തലനാരിലേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഈ വ്യക്തി ഈ പോസ്റ്റ് ഇടുന്നതിലൂടെ നിർവ്യാജം ആ ഒരു പെൺകുട്ടിക്ക് സേഫ് ആകൂ എന്ന് പറയുന്ന ആ കുട്ടിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്കത് ചിന്തിക്കാൻ ഭയങ്കര പാടാണ്. ഇവൻ ശരിക്കും പട്ടാണല്ലേ, അവൻ പാസ്റ്റ് വിടാൻ താല്പര്യമില്ല. ഓക്കെ, എന്തായിക്കൊണ്ട് പോട്ടെ, ഇത് നിങ്ങൾ അറിയിക്കണമെന്ന് മാത്രം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഈ കാണിക്കുന്നത് കണ്ടിട്ട് ഉടനെ തന്നെ പാവം എലിസബത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ അണ്ണാച്ചി ഓടി വന്ന് പോസ്റ്റൊക്കെ ഇട്ടു. എലിസബത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? എലിസബത്ത് ആരിൽ നിന്നും ക്രൂരത അനുഭവിച്ചിട്ടാണ് എലിസബത്ത് ഓടി രക്ഷപ്പെട്ടിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത്? സമൂഹ മധ്യത്തിൽ കരഞ്ഞ് കണ്ണുനീർ വാർത്ത് നിന്ന സമയത്ത്, മാനസിക രോഗി എന്ന് പറഞ്ഞ സമയത്തും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഇതൊരു കൂട്ടം ആൾക്കാരുടെ പ്രഖ്യാപിത പരിപാടിയാണെന്നൊക്കെ ആരാ പറഞ്ഞേ? ആ പറഞ്ഞ വ്യക്തിയാണോ ഇന്ന് ഈ പോസ്റ്റ് ഇട്ടിട്ട് ഈ എലിസബത്തിന് വേണ്ടി സംസാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ എലിസബത്തിനെ ഈ വേട്ടയാടിയ വ്യക്തിയുടെ പേര് എന്താ? ആരാ? ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ആ മാധ്യമങ്ങൾ അവരെന്ന് സംസാരിച്ചത് കേട്ടില്ല. ഈ വ്യക്തി ഇവർ ഉണ്ടായിരുന്നപ്പോഴും കേട്ടില്ല, അവരൊന്ന് ഓടി രക്ഷപ്പെട്ടപ്പോഴേക്കും പുറകെ നടന്ന് ആക്രമിക്കാനും ശ്രമിച്ചു. എന്നിട്ട് പരിഹാസം, മറ്റത് മറിച്ചത്. ഇവരെയല്ലേ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയി അന്ന് സന്നാഹത്തോടുകൂടി മീഡിയാസിൻ്റെ മുമ്പിലേക്ക് വന്ന് ഈ പറയുന്ന അണ്ണാച്ചി സംസാരിച്ചത്? ഇവരല്ലേ നിങ്ങൾ കൂട്ടം ചേർന്നും നിങ്ങളുടെ വ്യക്തികളെ വിട്ടും ഒക്കെ ആക്രമിക്കാൻ ശ്രമം നടത്തിയത്? ആ സ്ത്രീ പേടിച്ച് ഭയന്ന് ഓടിയില്ലേ? ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ബി സേഫ്, പിന്നെ ഗോഡ് ഓൾവേസ് എൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത്? എന്ത് ബ്ലെസ്സിങ്സാണ്? എന്ത് തരം ബ്ലെസ്സിങ്സാണ്? ഇത് കേട്ടിട്ട് ഭയങ്കര മഹാമനസ്കത ഉള്ള ഒരു വ്യക്തിയെ ദൈവം ഉടലോടെ ഇങ്ങനെ ഭൂമി സൃഷ്ടിച്ചതാണ് അണ്ണൈ, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ പച്ച കാപട്യം, വെറും കാപട്യം. അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്ക് ഇന്ന് ഈ ഗതി വരത്തില്ലായിരുന്നു. മറ്റൊരു സ്ഥാനത്ത് മറ്റൊരാളൊക്കെ ആക്കി ആ സ്ത്രീ ഭാര്യയല്ല, എൻ്റെ ഒഫീഷ്യൽ മാരേജ്, രണ്ടാമത്തെ മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞത് ധാരയാണെന്ന് നിങ്ങൾ കണ്ടതാണ്. എന്തായാലും എനിക്ക് ഇതിനകത്ത് ഓവർ ആക്ട് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കരമായിട്ട് സംസാരിക്കുക. കാരണം ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം എലിസബത്ത് ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണം. ഇന്നിപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷും കൂടെ നടന്നതിന് ശേഷം അതിൽ എത്രയോ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആലോചിച്ച് നോക്കണം എന്തുമാത്രം മാനസിക വ്യഥയിലാണ് ഇപ്പം ആ കുട്ടി ആയിരിക്കുക എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കണ്ണീരണിഞ്ഞ് കരയുന്ന ഒരുപാട് ആൾക്കാരുടെ ഇതും കാണുന്നു. അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല.
എന്തായാലും എലിസബത്ത് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എലിസബത്തിനെ രക്ഷിച്ചത്, എലിസബത്തിൻ്റെ കൂടെ നിന്നത്, അവരാരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അത് ദൈവമാവാം, മറ്റെന്തെങ്കിലും ശക്തികളാവാം, ആ ശക്തി തന്നെ ആയിരിക്കും. അത് ചിലപ്പോൾ അവരുടെ നീതി ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എലിസബത്ത് ഈ സമയത്തും രക്ഷപ്പെട്ടു വന്ന സമയത്ത്, അല്ലെങ്കിൽ എലിസബത്തിന് ഒരു അപകടം വന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഉടനെ വന്ന് പോസ്റ്റിട്ടിട്ട് അവിടെ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് ആരെയും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം അങ്ങ് കയ്യിൽ വെച്ചിരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒന്നുകൂടെ വൺസ് അഗെയിൻ ഈ മരണപ്പെട്ട അകാലത്തിൽ പൊലിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും പ്രണാമം. അവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ ഉള്ള ശക്തി കിട്ടട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.